ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അച്ചാറിനായിട്ട് ഞാനിവിടെ 1 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഉപ്പ് തിരുമ്പി ഒരു അരമണിക്കൂറോളം എടുത്തു വെച്ചതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 4 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി അതൊരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. ഉപ്പ് നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചതാണ്, അപ്പോൾ ഇതിലേക്കുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതെല്ലാം ഓയിൽ ചൂടായി വരുമ്പോൾ അതിലിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ സമയം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനൊരു 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടും കൂടെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം, കറക്റ്റ് ഒരു അളവൊന്നുമല്ല. പിന്നെ കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ച് കൊടുക്കണം, സിമ്മിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടികളെല്ലാം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം, കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിലോട്ടൊരു 1/2 കപ്പ് വിനെഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി സിമ്മിൽ വെച്ച് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലാക്കി എടുക്കണം. ഇപ്പം എല്ലാം കൂടെ ഒന്ന് ബോയിലായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറെല്ലാം ഇവിടെ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ജാറിലോട്ടോ ബൗളിലോട്ടോ മാറ്റാം. ഞാനിപ്പോൾ അച്ചാറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്